കേരളത്തെ ഞെട്ടിച്ച സംഭവമാണ് തിരുവല്ലയിൽ സ്പാ ജീവനക്കാരിയെ ബലാത്സംഗം ചെയ്ത സംഭവം. അതിന് പിന്നിൽ കൊട്ടേഷനാണെന്ന ആരോപണമാണ് ഇപ്പോൾ സ്പാ ഉടമ നടത്തിയിരിക്കുന്നത്. ഗുണ്ടാപിരിവ് വിരോധം പോലീസിന്റെ കഥയാണെന്നും പോലീസും ഗുണ്ടകളും തമ്മിൽ അവിശുദ്ധ കൂട്ടുകെട്ടുണ്ടെന്നും ഉടമ ആരോപിക്കുന്നു. തിരുവല്ലയിലെ സ്പാ സെന്ററിലെ ജീവനക്കാരിയെ ബലാത്സംഗം ചെയ്ത കേസിൽ ഗുരുതര ആരോപണമാണ് ഇപ്പോൾ സ്പാ ഉടമ സഞ്ജയ് ഉയർത്തിയിരിക്കുന്നത്. സംഭവത്തിന് പിന്നിൽ കൊട്ടേഷനാണെന്നും കൊട്ടേഷൻ നൽകിയത് തിരുവല്ലയിലെ മറ്റൊരു സ്പാ ഉടമയാണ് എന്നതുമാണ് പറയുന്നത്. ഇതിന് കാരണമെന്ന് പറയുന്നത് തന്റെ ബിസിനസ് തകർക്കുക എന്ന ലക്ഷ്യമാണ് എന്നതും സഞ്ജയ് പറയുന്നു. മരണസുബിൻ എന്നറിയപ്പെടുന്ന ഗുണ്ട മരണസുബിനും സംഘവും നടപ്പാക്കിയത് എതിർ ബിസിനസ് ഗ്രൂപ്പിന്റെ കൊട്ടേഷനാണ് എന്നതാണ് പറയുന്നത്. ഗുണ്ടാപിരിവ് നൽകാത്തതിലുള്ള അതിക്രമമല്ല നടന്നതെന്നാണ് സഞ്ജയുടെ പക്ഷം. ഗുണ്ടാപിരിവ് വിരോധം പോലീസിന്റെ കഥയാണ് എന്ന് പറയുന്നു. പോലീസും ഗുണ്ടകളും തമ്മിൽ അവിശുദ്ധ കൂട്ടുകെട്ടുണ്ടെന്നും പോലീസ് തന്റെ മൊഴി എടുത്തിട്ടില്ല എന്നും സഞ്ജയ് പറഞ്ഞു. ക്രൂരമായ പീഡനത്തിന് വിധേയയായതായും നഗ്ന ദൃശ്യം പകർത്തിയതായും അതിജീവിത നൽകിയ പരാതിയിൽ പറയുന്നുണ്ട്. അതിജീവിതയെ കഴുത്തിന് കത്തി ചൂണ്ടി ഭീഷണിപ്പെടുത്തിയാണ് പീഡിപ്പിച്ചിരിക്കുന്നത്. കേസിൽ പോലീസും ആഭ്യന്തര അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ഉദ്യോഗസ്ഥർക്ക് ഗുണ്ടകളുമായി കൂട്ടുകെട്ടുണ്ടെന്ന ആരോപണമുയർന്ന സാഹചര്യത്തിലാണ് ഈ അന്വേഷണത്തിലേക്ക് കടക്കുന്നത്. എന്തായാലും പോലീസ് ഇപ്പോൾ വാർത്താ സമ്മേളനം നടത്തിയ കാര്യങ്ങൾ വിശദീകരിക്കുക കൂടി ചെയ്തിട്ടുണ്ട്. വീഴ്ചകൾ സംഭവിച്ചിട്ടില്ല എന്നതാണ് പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത്. അത്തരം ആരോപണങ്ങളൊക്കെ പോലീസ് നിഷേധിക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്തിട്ടുള്ളത്. എന്തായാലും നടന്നത് ഒരു കൊട്ടേഷൻ ബലാത്സംഗം എന്നതാണ് സ്പാ ഉടമ ഉയർത്തുന്ന പ്രധാനപ്പെട്ട ആരോപണം. അത് വലിയ ഗൗരവമുള്ളതാണ്. രണ്ട് സ്ഥാപനങ്ങൾ തമ്മിലുള്ള തർക്കം അല്ലെങ്കിൽ അവരുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ടുള്ള തർക്കങ്ങൾ ഒരു കൊട്ടേഷൻ ബലാത്സംഗത്തിലേക്ക് നയിച്ചിരിക്കുന്നു എന്നത് വളരെ ഗൗരവമുള്ള സാഹചര്യമാണ്. എന്തായാലും ഇപ്പോൾ സ്പാ ഉടമ അക്കാര്യം കൂടി ചൂണ്ടിക്കാട്ടി പരാതി നൽകിയിട്ടുണ്ട്. അതിജീവിതയുടെ പരാതിയുണ്ട്. കൃത്യമായ അന്വേഷണം ഇക്കാര്യത്തിൽ ഉണ്ടാകട്ടെ എന്ന് നമുക്ക് ആശിക്കാം. നേരത്തെ പല വീഴ്ചകളും പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്നത് ചൂണ്ടിക്കാണിക്കപ്പെട്ടതാണ്. മാത്രവുമല്ല പോലീസ് തന്നെ കെട്ടുകഥയായി ഈ കാര്യങ്ങൾ ഗുണ്ടാപിരിവ് സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുകയാണ് എന്നതാണ് സ്പാ ഉടമ പറയുന്നത്. അപ്പോൾ ഇതിൽ എന്താണ് എന്നത് കൃത്യമായ അന്വേഷണം നടന്ന് കാര്യങ്ങൾ പുറത്തു വരേണ്ടതാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.